ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. 1 കിലോ ചീനി ചെറുതായി അരിഞ്ഞതിന് ശേഷം കഴുകി പുഴുങ്ങി വെച്ചത്. തേങ്ങ തിരുകിയത് 1/4 കപ്പ്. വറ്റൽമുളക് 5 എണ്ണം. ജീരകം 1 ടീസ്പൂൺ. വെളുത്തുള്ളി 1 അല്ലി. കടുക് 1 ടീസ്പൂൺ. ഇനി നമുക്ക് പാചകം ചെയ്യാൻ തുടങ്ങാം. ആദ്യം വേവിച്ച ചീനി മത്ത് ഉപയോഗിച്ച് നല്ലതായി ചതച്ചെടുക്കുക. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിൽ 1/4 കപ്പ് തേങ്ങയും 1 അല്ലി വെളുത്തുള്ളിയും 3 വറ്റൽമുളകും 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കുക. ഒത്തിരി സോഫ്റ്റായി അരയ്ക്കേണ്ട, ഒരു മീഡിയം പരുവത്തിൽ അരച്ചെടുക്കുക. ഇനി ഒരു ചീനിച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇതിൻ്റെ കൂടെ 2 വറ്റൽമുളക് മുറിച്ചിടുക. കുറച്ച് കറിവേപ്പിലയും ഇട്ട് വഴറ്റുക. ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന മിശ്രിതം ചേർത്ത് ഇളക്കുക. ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതിൽ കപ്പ ചേർത്ത് നല്ല ഇളക്കുക. രണ്ട് 3 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റിയായ കപ്പപ്പുഴുക്ക് റെഡി. ഇത് മീൻ കറിയോടൊപ്പം നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാലേ എൻ്റെ പുതിയ വീഡിയോകൾ കാണാൻ പറ്റുകയുള്ളൂ.